ശ്രദ്ധിക്കണേ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും അതേ പ്രകാരം മറ്റുള്ളവർക്കിടയിൽ പറയാൻ പോലും മടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ മുത്ത് റസൂൽ നമ്മളോട് സുബഹിക്ക് ശേഷം ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഒരു ദിക്റും പ്രാർത്ഥനയുമാണ് ഇന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളുടെ ഓരോ ദിവസവും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കൊരു മുതൽക്കൂട്ടാകണമെന്ന താല്പര്യത്തോടുകൂടെ എങ്ങനെ ഓരോ ദിവസവും ചെലവഴിക്കണം എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അത് ദിവസങ്ങളോളം പറയാനുണ്ടാകും. നമ്മൾ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അതങ്ങനെ ക്രമപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ മുതൽക്കൂട്ടായി മാറും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ ദിവസവും ഒരല്പസമയം പരിശുദ്ധ ഖുർആൻ പാരായണത്തിനായി നീക്കിവെക്കണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സുബഹിക്ക് ശേഷം ഉദയം വരെ നമ്മൾ ഇരിക്കുന്നതിൽ ഒരല്പസമയം ഖുർആൻ പാരായണത്തിനാവട്ടെ. അത് കഴിഞ്ഞ് പിന്നെയുള്ള സമയങ്ങൾ അത് നമ്മളുടെ ലബ്ധിക്കനുസരിച്ച് ക്രമീകരിക്കുക. മഗ്രിബിന് ശേഷവും ഇശാക്ക് ശേഷവുമൊക്കെ ഓതേണ്ട കുറെ കാര്യങ്ങളുണ്ട്, സൂറത്തുകളുണ്ട്. അങ്ങനെയൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ആത്മീയ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാകണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ മാസത്തിൽ ഒരു ഖത്മ് തീർത്ത് മാസാവസാനം ഒരു പ്രാർത്ഥന, ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനാ സംഗമം ഉണ്ടാകുമെന്ന് ഇന്ന് പലരും വിളിച്ചിരുന്നു. ഇന്നലെ രാത്രിയും വിളിച്ചു. ഞാനിപ്പോൾ ഒരു ഖത്മ് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നിർത്തിയിട്ട് തുടക്കം മുതൽ ഒന്നുകൂടെ തുടങ്ങണോ എന്ന് ചോദിച്ചവരുണ്ട്. സാധാരണ ഓതുന്നതിന്റെ പുറമെയാണോ ഈ ഖത്മ് തീർക്കൽ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഏറ്റെടുത്ത് ഇതൊരു പ്രയാസമായി മാറുന്നൊരവസ്ഥയിലെത്താനേ പാടില്ല. ഓതുന്നവർ നല്ല നിലയിൽ അത് ഓതി പൂർത്തീകരിക്കുക. നമ്മൾ പറഞ്ഞത് നമ്മൾ ഓതുന്നത് കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് അതിന് സമാപനത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന നിലയിൽ ഒരു ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥന നടത്തണമെന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഇജാബത്ത് കിട്ടാൻ ഏറെ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സുബഹിക്ക് ശേഷം ചൊല്ലാൻ മുത്ത് റസൂൽ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ചില ദിക്റുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിൽ പലരും വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മറ്റ് ആളുകൾ കാണുന്നതിൽ ലജ്ജ തോന്നുന്ന, ആളുകളോട് പറയാൻ പോലും ലജ്ജ തോന്നുന്ന തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ നമുക്കിടയിൽ പലരുമുണ്ട്. അള്ളാഹു സലാമത്ത് നൽകട്ടെ. ശ്രദ്ധിക്കണേ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും അതേ പ്രകാരം മറ്റുള്ളവർക്കിടയിൽ പറയാൻ പോലും മടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ മുത്ത് റസൂൽ നമ്മളോട് സുബഹിക്ക് ശേഷം ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഒരു ദിക്റും പ്രാർത്ഥനയുമാണ് ഇന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഏതാണ് ദിക്ർ? ദിക്ർ ഏതാണ്? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇത് 3 തവണ ചൊല്ലുക. സാധാരണ നമ്മളുടെ നിസ്കാരത്തിൽ റുക്കൂഇൽ ചൊല്ലാറുള്ള ദിക്ർ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, അത് 3 തവണ ചൊല്ലുക. അതിനുശേഷം ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഫിൽ അലയ്യ മിൻ ഫളലിക വൻശുർ അലയ്യ മിൻ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക.
ഇലാഹായ റബ്ബേ, ഇത് പഠിക്കാനും ഇത് ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു പ്രാർത്ഥനയാക്കി നിലനിർത്താനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാഹ്. ശ്രദ്ധിക്കണേ. എന്താണ് ഇതിന്റെ മഹത്വമെന്ന് കേൾക്കണ്ടേ? ഈ ദിക്റ് എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയാൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന്, ആളുകൾക്കിടയിൽ വഷളത്തരമുണ്ടാവുന്ന വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ജല്ല ജലാലായ അല്ലാഹു കാവൽ നൽകുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ കിട്ടുമ്പോൾ നമ്മളത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ മുഅ്മിനെ? ഇത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ? ഹദീസ് ശ്രദ്ധിക്കണേ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ വയോവൃദ്ധനായ ഖബീസത്ത് ബിനുൽ മഹാരിഫ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലെത്തി. വയോവൃദ്ധനായ സഹാബിയാണ്, നേരാവണ്ണം നടക്കാൻ വയ്യ. വല്ലാതെ വിഷമിച്ച് ഹബീബിന്റെ ഹളറത്തിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മാ ജാഅ ബിക യാ ഖബീസ, അല്ല ഖബീസത്ത് എന്നവരെ, നിങ്ങളെ ഈ സമയത്ത് ഇങ്ങോട്ട് വരുത്തിയ കാര്യമെന്താണ്? വല്ലാതെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവല്ലോ, നിങ്ങൾ വലിയ പ്രയാസത്തിലാണല്ലോ. ഉടനെ ആ സഹാബി വര്യൻ പറഞ്ഞു, അതേ നബിയേ, കബുറത്ത് സിന്നി വറഖ അൽമി യാ റസൂലല്ലാഹ്. നബിയെ, സംഗതി ശരിയാണ്, പ്രായം വല്ലാതെ കൂടിയിട്ടുണ്ട്. എൻ്റെ എല്ലുകൾക്ക് പോലും ബലഹീനത സംഭവിച്ച് അതിങ്ങനെ ദ്രവിച്ചു പോകുന്നുവോ എന്ന് പോലും എനിക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നബിയേ, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനെങ്കിലും ത്യാഗം സഹിച്ച്, വിഷമം സഹിച്ച്, പ്രയാസം സഹിച്ച് എന്തിനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നറിയോ? ലിതുഅല്ലിമനി മാ യൻഫഉനില്ലാഹു ബിഹി ഖൈറാ. അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് വലിയ ഖൈറ് കിട്ടുന്ന ഒരു ഇൽമ് നിങ്ങളിൽ നിന്ന് കേൾക്കണം, ആ ലക്ഷ്യത്തോടുകൂടെ വന്നതാണ്. അങ്ങയിൽ നിന്നൊരു ഇൽമ് കേട്ടിട്ട് ദിവസങ്ങൾ എത്രയായി. വാർദ്ധക്യ സഹജമായ പ്രയാസം കൊണ്ട് വരാൻ വയ്യ, വല്ലാത്ത പൊറുതികേട്, അസ്വസ്ഥത. അതുകൊണ്ട് പ്രായം വകവെക്കാതെ ഇൽമ് കേൾക്കാൻ വന്നതാണ് നബിയേ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആ സഹാബി വര്യന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞു കൊടുത്തത്? ഒന്ന്, ഖബീസത്തെന്നവരെ, നിങ്ങൾ വന്നത് ഇൽമ് കേൾക്കാൻ വേണ്ടിയല്ലേ? അൽഹംദുലില്ലാഹ്, അതിന് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം കേൾക്കണ്ടേ? മാ മറർത ബിഹജരിൻ വലാ ശജരിൻ വലാ മദരിൻ ഇല്ലസ്തഗ്ഫറ ലക. ഏയ്, ഒരു ഇൽമ് കേൾക്കണമെന്ന താല്പര്യത്തോടെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ യാത്രയിൽ നിങ്ങൾ വിട്ടുകടന്ന ഓരോ മരങ്ങളും, ഓരോ കല്ലുകളും, ഓരോ ചളികളും, മണൽത്തരികളും ഇലാഹായ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഇസ്തിഗ്ഫാർ തേടുകയാണ്. അല്ലാഹുവിനോട് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അൽഹംദുലില്ലാ എത്ര കാലം ഈ ആത്മീയ മജ്‌ലിസിൽ നേരിട്ട് വന്ന് പങ്കെടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ആഴ്ചതോറും നമ്മൾ നടത്തി വന്നിരുന്ന 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയ ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്തു വന്നവരാണ്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലാഹുവേ, സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അന്ന് വന്നതിന് അല്ലാഹു നമുക്ക് തരുന്ന കൂലിണ്ടല്ലോ, ആ കൂലി ഇപ്പോൾ ഇതിൽ പങ്കെടുത്താലും ആ നിലയിൽ നമുക്ക് കിട്ടും. അല്ലാഹു സ്വീകരിക്കട്ടെ,
അള്ളാഹു കബൂലാക്കട്ടെ. ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനായി ഒരു കാലം എടുത്തു വെച്ചാൽ വിട്ടുകടന്ന ഓരോ മണൽത്തരികളും കല്ലുകളും വൃക്ഷങ്ങളും ഒക്കെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടും. അങ്ങനെയാണ് ഖബീസത്ത് എന്ന സഹാബിയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ വിട്ടുകടന്ന എല്ലാം ഇന്നല്ലിലാഹ വഅഹ്ല കുല്ലി സമാഇഹി വല്ലർളി ഹത്തൽ ഹൂത മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ. ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കെല്ലാം ഇസ്തിഗ്ഫാർ തേടും. കൂട്ടത്തിൽ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാ, നമ്മൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ ഇൽമ് കിട്ടാനാണ് എന്നുകൂടെ നിയ്യത്ത് ചെയ്യണം. വെറും ദിക്ർ ചൊല്ലാനും ദ്വാരക്കാനും മാത്രല്ല, എന്തെങ്കിലുമൊക്കെ ഇൽമ് കേൾക്കാനും അറിയാനും കൂടെയാണെന്നൊരു നിയ്യത്ത് വേണം. അതിന്റെ ഒരു പവർ വേറെ തന്നെയാണ്. റസൂലുള്ള മദീന പള്ളിയിലേക്ക് കയറി ചെന്നു. 2 ഹൽക്കകൾ സദസ്സുകൾ മുത്തുനബി അവിടെ കണ്ടു. റസൂലുള്ള പറഞ്ഞു, ഒന്ന് ദിക്റിന്റെ സദസ്സാണ്, മറ്റൊന്ന് ഇൽമിന്റെ സദസ്സാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കുല്ലുൻ അലാ ഖൈർ, ഇത് രണ്ടും ഖൈറിന്റെ മേലിലാണ്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? വേഗം ഫജലസ ഫീ മജ്ലിസിൽ ഇൽമി, ഇൽമിന്റെ സദസ്സിൽ പോയി മുത്ത് റസൂൽ അവിടെ ഇരുന്നു. ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് അതെന്തേ കാര്യം എന്നറിയോ? ദിക്റിന്റെ മജ്ലിസിനേക്കാൾ ഇൽമിന്റെ മജ്ലിസിന് ഒരു പവർ ഉണ്ട്. അപ്പൊ നമ്മളുടെ മജ്ലിസ് ഇൽമിന്റെ മജ്ലിസാണ്, ദിക്റിന്റെ മജ്ലിസാണ്, പ്രാർത്ഥനയുടെ മജ്ലിസാണ്. ഈ എല്ലാ നിയ്യത്തും വെച്ചിരിക്കണം, എല്ലാ പ്രതിഫലവും നമുക്ക് കിട്ടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാമീം പറഞ്ഞേക്ക് മനുഷ്യന്മാരെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഈ കൂടലൊക്കെ ആഖിറത്തിലേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാക്കി തരട്ടെ. അപ്പൊ ഖബീസ എന്ന സഹാബിയോട് ഈ ഒരു കാര്യം മുത്ത് റസൂൽ പറഞ്ഞു. പിന്നീട് പറഞ്ഞതിങ്ങനെയാണ്, ഇദാ സല്ലൈത സുബ്ഹ, ആ സുബ്ഹ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ദിക്റുകളും ദുആവും കഴിഞ്ഞാൽ, ഫഖുൽ സലാസ മർറാത്ത്, 3 തവണ നിങ്ങൾ പറയേണ്ടതാണ്, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അതെല്ലാവർക്കും അറിയുമല്ലോ. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഫിൽ അലയ്യ മിൻ ഫളിക വൻശുർ അലയ്യ മിൻ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ തേടുകയാണ്, മിമ്മാ ഇൻദക, നിന്നിലുള്ള എല്ലാ ഖൈറുകളും ഞാൻ നിന്നോട് തേടുന്നു. അല്ലാഹ് വഅഫിൽ അലയ്യ മിൻ ഫളിക, നിന്റെ ഔദാര്യം എനിക്ക് നീ ചൊരിഞ്ഞു തരണമേ അല്ലാഹ്. ഫാല യഫീലു, ചൊരിഞ്ഞു തരിക. വഅഫിൽ അലയ്യ, എനിക്ക് നീ ചൊരിച്ചു തരണം. മിൻ ഫളിക, നിന്റെ ഔദാര്യം. അള്ളാന്റെ ഔദാര്യം തന്നെ കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെടൂ. വേറെ ഒരാൾ തന്നാലും മതിയാവില്ല. ഇനി ആരെങ്കിലുമൊക്കെ നമുക്ക് തരണമെങ്കിലും അള്ളാന്റെ തീരുമാനം വേണ്ടേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫള് തരാൻ ഉദ്ദേശിച്ചാലല്ലാതെ കിട്ടൂല. അതുകൊണ്ട് വഅഫിൽ അലയ്യ മിൻ ഫളിക, നിന്റെ ഫള് എനിക്ക് ചൊരിഞ്ഞു തരണമേ അല്ലാഹ്. വൻശുർ അലയ്യ മിൻ റഹ്മതിക, നിന്റെ വിശാലമായ കാരുണ്യം എന്നിലേക്ക് നീ ഇറക്കി തരണം, ചൊരിഞ്ഞു തരണം. നിന്റെ കാരുണ്യം നീ എനിക്ക് നൽകണം. വഅൻസിൽ അലയ്യ മിൻ ബറകാതിക, നിന്റെ ബറക്കത്തുകൾ അല്ലാഹുവേ നീ എനിക്ക് ഇറക്കി തരണമേ അല്ലാഹ്. ഈ ദിക്ർ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം ഈ ദിക്റും പ്രാർത്ഥനയും ഒരാൾ 3 തവണ നടത്തിയാൽ തുആഫ മിനൽ അമാ വൽ ജുദാമി വൽ ഫലജി, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തിക്കത് കാരണമാകും. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾക്കിത് പരിഹാരമാണ്. കുഷ്ഠരോഗത്തിന് പടരുന്ന രോഗങ്ങൾക്കിത് പരിഹാരമാണ്. അതുകൊണ്ട് ഈ പരിപാടികൾ സംബന്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട 10,000 മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് പഠിക്കണം, ഇത് അറിയണം.
ഇത് ഈ മൊബൈലിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നമുക്കത് നോക്കി ചെല്ലാമല്ലോ. ഇനി എഴുതി വെച്ചാലോ നോക്കി ചെല്ലാമല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കുറച്ച് ദിവസം അങ്ങോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സുഖവും സന്തോഷവും അനുഭവിച്ചു തുടങ്ങും നമ്മൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ചൊല്ലി നോക്കൂ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. ഇത് 3 തവണ. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഅഫിൽ അലയ്യ മിൻ ഫളിക وانشر علي من رحمتك وأنزل علي من بركاتك اللهم إني أسألك مما عندك وأفض علي من فضلك وانشر علي من رحمتك وأنزل علي من بركاتك. ചൊല്ലിക്കൂടെ? കഴിയൂലേ? ഒന്ന് പ്രതികരിക്കേ, കഴിയൂലേ? ഇൻഷാ അല്ലാഹ് ചെല്ലണം. അതൊന്ന് അറിയണം, എനിക്കൊന്ന് പഠിക്കണമെന്ന നിയ്യത്തുണ്ടാവണം. ഇൻഷാ അല്ലാഹ് വീട്ടിലൊക്കെ ഇനി സ്വന്തമായിട്ട് എഴുതിയെടുക്കാനോ മൊബൈൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെല്ലാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നന്നായി എഴുതാൻ അറിയുന്നവരോട് ഒന്ന് എഴുതിത്തരാൻ പറയുക. എന്നിട്ട് അതൊന്ന് പഠിക്കുക. ഇൻഷാ അല്ലാഹ് കണ്ട് ചെല്ലിയാൽ മതി. കാണാപ്പാടം പിന്നെ അങ്ങനെ പഠിച്ചോളും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാവുന്ന അറിവാണ് കേട്ടോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിപ്പോൾ തന്നെ നമ്മൾ പതിവാക്കിയാൽ വയസ്സായി കഴിഞ്ഞ് വാർദ്ധക്യ സഹജമായ ഒരു ഇടങ്ങാറ് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരൂല. അങ്ങനെ ഇടങ്ങാറാകുന്നവർക്കാവട്ടെ ഇത് ചൊല്ലൽ കൊണ്ടൊരു പ്രത്യേകമായ ശക്തിയും പരിഹാരവും ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ സുബ്ഹിക്ക് ശേഷം ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ചില ദിക്റുകൾ നമ്മൾ പറഞ്ഞു. ഇത് കേവലം ഒരു വർത്താനായി പോകരുത്. ഇത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിനും എല്ലാ ഖൈറും കിട്ടാൻ കാരണമാകും. അത്രയും പ്രധാനപ്പെട്ട അദ്കാറുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് ശീലിക്കണം, ഇത് ചൊല്ലണം. ഇതൊക്കെ ചൊല്ലുമ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതയും ഇടങ്ങാറുകളൊക്കെ തോന്നുകയാണ്. ഇപ്പൊ ഇന്ന് എന്നോടൊരു സഹോദരിയും ആ സഹോദരിയുടെ ഭർത്താവും കൂടെ ഇവിടെ വന്നിരുന്നു ഉച്ചയ്ക്ക് ശേഷം. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പറഞ്ഞു. സുബഹിക്ക് ശേഷം 5 തവണ ചെല്ലിയിട്ട് പിന്നെ ഞാൻ അവിടെ കിടന്നിക്കാണ്. മോങ്ങത്തുള്ളൊരു സഹോദരനും സഹോദരിയും അവരുടെ മകളും കൂടെ അവിടെ വന്നിരുന്നു. എന്താണെന്നറിയൂല, ദിക്റൊക്കെ ചെല്ലുമ്പോഴുള്ള അസ്വസ്ഥതകൾ അങ്ങനെയൊക്കെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ അള്ളാഹു ഈ അദ്കാറിൻ്റെയും അസ്മാഉൽ ഹുസ്നയുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ആ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരട്ടെ. നല്ല ഹിമ്മത്തും റാഹത്തും നമ്മുടെ മനസ്സിനും തടിക്കും അല്ലാഹു നൽകട്ടെ. നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളുടെ കുടുംബം, പടച്ചോനെ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും റാഹത്തും സലാമത്തും സന്തോഷവും നൽകട്ടെ.